സഹോദരന്മാരെ സഹോദരിമാരെ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞയച്ചതിൻ്റെ ഉദ്ദേശം ജനങ്ങൾക്ക് ഉപദേശം നൽകുക, അവരെ നന്നാകാൻ വിജയം പ്രാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുക എന്ന ലക്ഷ്യത്താലാണ്. ജനങ്ങളെ എല്ലാവരെയും നന്നാക്കുക എന്ന ഒരു ഉത്തരവാദിത്വം പ്രവാചകന്മാർക്കില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രബോധന സമൂഹമായ മുഴുവൻ ആളുകളെയും നന്നാക്കുക എന്ന ഒരു കഴിവ് പ്രവാചകന്മാർക്ക് ആർക്കുമില്ല. മറിച്ച് ആ ആളുകൾക്കെല്ലാം യഥാർത്ഥമായ സന്ദേശം, വിജയിക്കാനുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ച ദൗത്യം. അതിൽ പ്രവാചകന്മാരുടെ വിളിക്കുത്തരം നൽകി വമിൻഹും മൻ ഹദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയ, ഹിദായത്ത് ലഭിച്ച, സന്മാർഗം പ്രാപിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വമിൻഹും മൻ ഹഖ്ഖത അലൈഹിമുദ് ദലാല, വേറെ ചില ആളുകൾ അവർ വഴികേടിന്റെ ഭാഗത്ത് പോവുകയും പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും നരകാവകാശികളാവുകയും ചെയ്ത ആളുകളും ഉണ്ടായിട്ടുണ്ട്. രണ്ട് വിഭാഗം ആളുകളും എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ നിർവഹിച്ച ആ ദൗത്യം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഒരിക്കലും അവസാനിച്ചിട്ടില്ല. മറിച്ച് ആ പ്രവാചകന്റെ ദൗത്യം, പ്രവാചകന്മാർ അഖിലവും പുലർത്തി പോന്നിരുന്ന ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും ആളുകൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. അവരാണ് ഉലമാക്കൾ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, നിശ്ചയമായും അറിവുള്ളവർ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ബൽ ആ പ്രവാചകന്മാർ ഒരിക്കലും ലം യുവദ്ദിസു ദീനാറൻ വലാ ദിർഹമൻ, പ്രവാചകന്മാർ ഒരിക്കലും ദീനാറുകളും സ്വർണവും വെള്ളിയും അല്ല അവർ ഒരിക്കലും അനന്തരമായി വിട്ടേച്ച് പോയത്. മറിച്ച് ബൽ വറസു അൽ ഇൽം, അതുകൊണ്ട് തന്നെ അവർ വിട്ടേച്ച് പോയത് ഇൽമാകുന്നു, അറിവാകുന്നു. അതാണ് പ്രവാചകന്മാർ വിട്ടേച്ച് പോയത്. ആ അറിവ് സ്വീകരിച്ച ആളുകൾ, ഉലമാക്കൾ, അതിനെ സാധ്യമാകുന്ന രൂപത്തിൽ നേടിയെടുത്ത ആളുകൾ, അവർ പ്രവാചകന്മാർ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ചൊരിക്കലും പറഞ്ഞത് വമൻ അഖദഹും അഖദ ബിഹദ്ദിൻ വാഫിർ, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ആ ഇൽമ സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓഹരി തന്നെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ സൂചിപ്പിച്ചു വന്നത് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം പിൽക്കാലഘട്ടത്തിലും തുടർന്നു പോരുന്നുണ്ട്. അവരെല്ലാം ഉപദേശങ്ങൾ, സമൂഹത്തിന് നിർദ്ദേശങ്ങൾ, വഅദുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ വഅദുകൾ നൽകുന്നിടത്തും, ഉപദേശങ്ങൾ നൽകുന്നിടത്തും, ഉപദേശങ്ങൾ സ്വീകരിക്കുന്നിടത്തും വിശ്വാസികൾക്ക് ചില നിലപാടുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രമാണങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഉപദേശിക്കുന്ന ആളുകൾ സമൂഹത്തിൽ രണ്ടു തരത്തിലാണ് കാണാറുള്ളത്. ഉപദേശം ആളുകൾക്ക് നൽകുന്നവർ രണ്ട് രൂപത്തിലായിരിക്കും. ഒന്നാമത്തേത്, താൻ ഉപദേശിക്കുന്ന ആളുകൾ, തൻ്റെ ഉപദേശം കേൾക്കുന്ന ആളുകൾ അവർ നന്നാകണം, അവർ എൻ്റെ ഉപദേശം സ്വീകരിക്കണം, എന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, അവർ ഇഹലോകത്തും പരലോകത്തും അവർക്ക് രക്ഷ ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ ഉപദേശം നൽകുന്ന ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം. ആ ആളുകളാണ് വിജയം പ്രാപിച്ചവർ. ഏത് ഉപദേശകനും ആ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാകുവാനും പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദീനു അന്നസീഹ, മതമെന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാണ്. ആളുകളോട് ഗുണകാംക്ഷ, നസീഹത്ത് മാത്രമായിരിക്കണം എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, റസൂലേ ലിമൻ, ആരോടാണ് നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണ്ടത്? പ്രവാചകൻ കൊടുത്ത മറുപടി, ലില്ലാ, അള്ളാഹുവോടാണ് നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണ്ടത്. വലി കിതാബിഹി, അള്ളാഹുവിന്റെ ഖുർആനോട്, ഗ്രന്ഥത്തോട് നിങ്ങൾക്ക് ഗുണകാംക്ഷ ഉണ്ടാകണം. വലി റസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകനോട് നിങ്ങൾക്ക് ഗുണകാംക്ഷ ഉണ്ടാകണം. വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ നേതാക്കന്മാരോട്, അവരിലെ ഉമറാക്കളോട് നിങ്ങൾക്ക് നസീഹത്ത് വേണം. വഅമ്മത്തിഹിം, അവരിലെ പൊതുസമൂഹത്തോടും നിങ്ങൾക്ക് ഗുണകാംക്ഷ ഉണ്ടാകണം. ഏതാളുകളോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ നന്നാകണം, ഇതവർക്ക് ഉപകാരം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിൽ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ഒരു നേതാവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഖലീഫയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു അമീറിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്നതിന് ചില രീതിശാസ്ത്രങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ നന്നാകണമെന്ന ഉദ്ദേശത്തിൽ മാത്രം അവർക്ക് രഹസ്യമായി കൊണ്ട് അവരെ ഉപദേശിക്കുവാൻ, ഒറ്റക്ക് പോയി പറഞ്ഞു കൊടുക്കാനായിരിക്കണം അവർ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ആളുകൾക്ക് മുമ്പിലൊക്കെ അമീറുമാരെ, ഉമറാക്കളെ
താറടിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് നടത്തുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അവർ ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്ന രൂപത്തിൽ അതൊരിക്കലും ഗുണകാംക്ഷയല്ല. അതേപോലെ തന്നെ പൊതുസമൂഹത്തോട്, സാധാരണക്കാരായ ജനങ്ങളോടും നമുക്കുണ്ടായിരിക്കേണ്ടത് ഗുണകാംക്ഷയാണ്. അവർ നന്നാകണം. എൻ്റെ ഉപദേശം കേൾക്കുന്നവർ, ഞാൻ എന്തിനത് പറയുന്നു, ഒരിക്കലും ഞാൻ എന്തെങ്കിലും ഉദ്ദേശത്താലല്ല, മറിച്ച് എൻ്റെ ഉപദേശം കേൾക്കുന്നവർ നന്നാകണമെന്ന ഉദ്ദേശം മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ഇതേ കാര്യമാണ്. ഫദക്കിർ, റസൂലേ താങ്കൾ ഉപദേശിക്കണം, താങ്കൾ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കണം. ഇന്നമാ അൻത മുദക്കിർ, നിശ്ചയമായും താങ്കൾ ഒരു ഉപദേശകൻ, നിർദ്ദേശിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ആള് മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ആളല്ല. ഒരാൾക്കും ഒരാളെയും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഒരാൾക്കും ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. നന്നാവുക എന്നുള്ളത് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട തീരുമാനമാണ്. എനിക്കൊരാളെയും നന്നാക്കാൻ കഴിയില്ല, നമുക്കൊരാളെയും മറ്റൊരാളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. ഉപദേശിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, ഗുണദോഷിക്കാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മാതാപിതാക്കൾക്ക് മക്കളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. നന്നാവുക എന്നുള്ളത് അവരുടെ സ്വന്തം തീരുമാനമാണ്. ഏതൊരാളും അങ്ങനെയാണ്. അതുകൊണ്ട് ആളുകൾക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് ആളുകൾക്ക് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. ആ ഉപദേശിക്കുമ്പോൾ ഒരിക്കലും നസീഹത്ത് കൈവിടാതെ ഗുണകാംക്ഷ നിർഭരമായി കൂടെ നിർവഹിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകൾക്ക് ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ, ആളുകളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, സഹോദരങ്ങളാകട്ടെ, മക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, താഴെയുള്ളവരാകട്ടെ, നാട്ടുകാരാകട്ടെ, ആരാകട്ടെ, എല്ലാവരോടും നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ ഒരു നസീഹത്ത് മാത്രമായിരിക്കണം. താൻ പറയുന്നത് അവർ ഉൾക്കൊള്ളണം, അങ്ങനെ അവർ പരലോകത്ത് രക്ഷപ്പെടണം എന്നാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ, ഉപദേശം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ജനങ്ങളെ ഗുണദോഷിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ വെറും ഉപദേശകൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ആളുകൾക്കൊക്കെ തോന്നണം. എന്റെ ഉപദേശം കൊണ്ട് ആളുകൾ നന്നാകണം എന്നൊന്നുമില്ല, അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. മറിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് ആളുകൾക്ക് തോന്നാൻ, എന്റെ അടുക്കൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുവാനും വേണ്ടിയുള്ള ഉപദേശകരാണ് രണ്ടാമത്തെ ആളുകൾ. അത്തരം ഒരു ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അവന്റെ പരലോകം നഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബൽ ഇൽം, ആരെങ്കിലും അറിവ് സമ്പാദിച്ചു, എന്തിനാണ്? ലിയുജാരിയ ബിഹിൽ ഉലമാ ഔ ലിയുമാരിയ ബിഹി സുഫഹാ, ഉലമാക്കളുടെ കൂട്ടത്തിൽ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി പറയിപ്പിക്കുവാൻ, അതല്ലെങ്കിൽ ഔലിയുമാരിയ ബിഹി സുഫഹാ, സുഫഹാക്കളായ അറിവില്ലാത്ത പാമരന്മാരെ ആളുകൾക്ക് മുമ്പിൽ അവരെ അടിച്ചു താഴ്ത്താൻ, അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ ഞാൻ വലിയ സംഭവമാണ് എന്ന ആളുകൾക്ക് മുമ്പിൽ തോന്നിപ്പിക്കാൻ വേണ്ടി ആ ഉദ്ദേശത്തിൽ ഒരുവൻ ഇൽമ സമ്പാദിച്ചു, ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസ ഇലൈഹി, അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം എന്താണ്? ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, ഞാനിങ്ങനെ ഉപദേശിക്കും. ഈ ഉപദേശം കേൾക്കുമ്പോഴൊക്കെ ജനങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നോക്കണം, ആളുകളൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരണം, ഞാൻ വലിയ സംഭവമാണെന്ന് ജനങ്ങൾക്ക് തോന്നണം എന്ന രൂപത്തിൽ ഒരു റിയാഇന്റെ ഉദ്ദേശത്തോടു കൂടി താൻ വലിയ കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കാനും വേണ്ടി ഒരുത്തൻ ഉപദേശിക്കുകയോ ഇൽമ സമ്പാദിക്കുകയോ ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഖലഹുല്ലാഹുന്ന, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. ആളുകൾ നന്നാകണമെന്ന ഉദ്ദേശമല്ല, മറിച്ച് ആളുകൾക്ക് മുമ്പിൽ ഞാൻ വലിയ സംഭവമാണെന്ന് തോന്നിപ്പിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ നാളെ പരലോകത്ത് വരും. അവരുടെ രൂപം എന്താ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ കുടലമാല പുറത്തേക്ക്, അവരുടെ കുടല മുഴുവന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവനിങ്ങനെ പിന്നെ ആസകല്ലിന് ചുറ്റും മൃഗം സഞ്ചരിക്കുന്നത് പോലെ അവനിങ്ങനെ വട്ടം ചുറ്റി നടക്കുന്നുണ്ടാകും. ആളുകളൊക്കെ അവനെ കാണുമ്പോൾ ചോദിക്കും, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉപദേശകരല്ലായിരുന്നു, നീ ഞങ്ങളെ വല്ലാതെ ഉപദേശിക്കുന്ന മനുഷ്യനായിരുന്നില്ലേ, എന്തേ നിനക്ക് പറ്റിയത്? അപ്പോൾ ആ മനുഷ്യൻ പറയുമത്രേ, ഞാൻ നിങ്ങളെ ഉപദേശിക്കുക മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറയാറുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ ചെയ്യുന്നവനായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇനി അവസ്ഥ വന്നത് എന്ന് അവൻ നാളെ പരലോകത്തെ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ അവസ്ഥയിൽ ഒരിക്കലും നമ്മൾ ഉണ്ടായിത്തീരുവാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളുകൾക്ക് നന്നാവുക എന്ന ഉദ്ദേശത്തിൽ ജനങ്ങളെ എന്റെ ഉപദേശം എന്റെ മകൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരോട് പാരായണം ചെയ്യാൻ പറയാനും വേണ്ടി പാടുള്ളൂ. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂന എന്ന് അല്ലാഹുവിന്റെ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ആളുകളോട് പറയുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ ആത്മാർത്ഥമായി അത് പറയാൻ കഴിയുകയുള്ളൂ.
നമ്മൾ അനാവശ്യം കാണാത്തിടത്തോളം മാത്രമേ ആളുകളോട് കാണരുത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നമ്മൾ സംഗീതം കേൾക്കാതെ അനാവശ്യമായ കാഴ്ചകൾ, റീൽസുകൾ കാണാത്ത സന്ദർഭത്തിൽ മാത്രമേ ആളുകളോടത് കാണരുത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ വെറും പറച്ചിൽ മാത്രം നമ്മൾ പലതും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതൊരിക്കലും ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടു തരം ഉപദേശകരിൽ രണ്ടാമത്തെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ ഒന്നാമത്തെ ആളുകൾ നന്നാകണമെന്ന ഉദ്ദേശത്തിൽ മാത്രം പറയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതേപോലെ സഹോദരന്മാരെയും രണ്ടാമത്തേത്, ഉപദേശം കേൾക്കുന്ന ആളുകളും രണ്ടു തരമാണ്. ഉപദേശം കേൾക്കുന്ന വ്യക്തികൾ. ഒന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഉപദേശം, കേൾക്കുന്ന വഅദ്, കേൾക്കുന്ന നസീഹത്ത് അത് ജീവിതത്തിൽ പകർത്തണം, എനിക്ക് നന്നാകണം എന്ന ചിന്തയിൽ കേൾക്കുന്നവരാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന ഉപദേശങ്ങൾ എത്ര ഗൗരവത്തിലായിരുന്നാലും ശരി, അത് എത്ര നിസാരമായ രൂപത്തിലായിരുന്നാലും ശരി, അത് എന്നെ കുറിച്ചാണല്ലോ എന്ന ചിന്തയാണ് അവർക്കുണ്ടാവുക. എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് എന്ന ചിന്തയാണ് അവർക്കുണ്ടാവുക. എന്ത് കാര്യം പറഞ്ഞാലും അത് തന്റെ ജീവിതത്തിലുള്ളതാണ് എങ്കിൽ ആ പറയപ്പെട്ട പ്രവൃത്തിയെ ജീവിതത്തിലേക്ക് തട്ടിച്ചു വെച്ചുകൊണ്ട് എനിക്ക് നന്നാകണം, അത് എന്നെ കുറിച്ചാണല്ലോ, അത് ഞാൻ ഒഴിവാക്കണമെന്ന ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലയിൽ പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, റസൂലേ താങ്കൾ ഉപദേശിക്കണം, താങ്കളുടെ ഉപദേശം അത് ഉപകാരപ്പെട്ടേക്കാം. ആർക്ക്? സയദ്ദക്കറു മയ്യഖ്ശ, പടച്ച റബ്ബിനെ പേടിക്കുന്ന ആളുകൾ അവർക്കത് ഉപകാരപ്പെടും. അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് അവർ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ഹറാമ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് എന്നോട് നേരിട്ടത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് മറ്റൊരാൾ പരോക്ഷമായി അതിനെ സൂചിപ്പിച്ചാലും അത് എന്നെ കുറിച്ചാണ് എന്ന ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. അതുകൊണ്ട് ഞാനത് തിരുത്തേണ്ടതുണ്ട് എന്ന ചിന്തയുണ്ടാകും. നന്നാകേണ്ട ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഒരു ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ ദിക്ർ എനിക്ക് ചൊല്ലണം, ആ നമസ്കാരം ഞാൻ നിർവഹിക്കണം, നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകണം എന്നിങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് തട്ടിച്ചുകൊണ്ട് എനിക്ക് നന്നാകണമെന്ന ചിന്തയായിരിക്കും അവരുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുഭാഗം ഒരു വിഷയമേ ആയിരിക്കില്ല. അവന് ചുറ്റുഭാഗം ഒരു വിഷയമേ ആയിരിക്കില്ല. ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നത് അവരുടെ ചിന്തയേ ഉണ്ടാവുകയില്ല. ഞാൻ ഇപ്പോൾ നന്നായി കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നെ കുറിച്ച് പലതും പറയില്ലേ, നീയാണോ നന്നായത്, നീ എന്താ ഇങ്ങനെ പറയുന്നത്, ഇന്നലെ വരെ നീ എങ്ങനെ പറഞ്ഞവനല്ലേ, എന്നിങ്ങനെയുള്ള ചിന്തകളും ചോദ്യങ്ങളും എന്നെ കുറിച്ചുണ്ടാവില്ലേ എന്ന ഒരു ചിന്ത തന്നെ അവനുണ്ടാവുകയില്ല. മറിച്ച് എനിക്ക് നന്നാകണമെന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെല്ലാം അങ്ങനെ നന്നായവരാണ്. അവരുടെ കുടുംബത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, അവരുടെ സുഹൃത്ത് വലയത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, അവരുടെ നാട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പലതരം തോന്നിവാസങ്ങൾ, തിന്മകൾ ജീവിതത്തിൽ ചെയ്തിരുന്ന, തിന്മകൾ മാത്രം ചെയ്തിരുന്ന ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേട്ട് നന്നായപ്പോൾ അവർക്ക് വേറെ ചിന്തയുണ്ടായിരുന്നില്ല. പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അത്തരം ആളുകളുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. അവർക്ക് എപ്പോഴും ഏത് ഉപദേശം കേൾക്കുമ്പോഴും അതെന്നെ കുറിച്ചാണ് എന്ന ചിന്തയുണ്ടാകും. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട് ഉപദേശം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാകാൻ തീരുമാനമില്ലാത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഉപദേശം കേൾക്കുമ്പോഴും എന്ത് പറയുമ്പോഴും അത്തരം ആളുകളുടെ മനസ്സിൽ വരുന്നത് ഇത് അവനെ കുറിച്ചാണ്, ഇതെന്നെ കുറിച്ചല്ല, ഇത് അവനെ കുറിച്ചാണ് എന്ന രൂപത്തിലുള്ള ചിന്തയാണ് ഉണ്ടാവുക. മറ്റുള്ളവരിലേക്ക് മാത്രം തട്ടിച്ചു നോക്കുന്ന, ഏതു കാര്യവും തന്റെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കാതെ, തന്നെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു വെച്ച് നോക്കുന്ന അവസ്ഥയായിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നായിരിക്കും. ചിലപ്പോൾ ഉപദേശിക്കുന്ന വ്യക്തിയുടെ വലിപ്പമായിരിക്കും, ഇവനാരാ എന്നെ ഉപദേശിക്കുവാൻ, ഇത്ര ചെറിയവൻ, ഞാൻ ഇത്രയും വലിയവനല്ലേ, അല്ലെങ്കിൽ ഞാൻ വലിയ സമ്പന്നനല്ലേ, ഓൻ നിസാരക്കാരനല്ലേ, ഓനാരാ എന്നെ ഉപദേശിക്കാൻ എന്ന ചിന്തയാണ് അവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ കടന്നു വരുന്നത് എപ്പോഴും അഹങ്കാരമായിരിക്കും. ഒരിക്കലും നല്ല നസീഹത്ത് അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും നന്നാകുവാനും സാധ്യമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅലയിൽ തുടർന്ന് പറഞ്ഞത് അത്തരം ആളുകളെ കുറിച്ചാണ്. വയതജന്നബുഹാ അൽ അഷ്ഖ, ഉപദേശം നൽകുമ്പോൾ പ്രവാചക താങ്കളുടെ ഉപദേശങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ, വയതജന്നബുഹാ അതിൽ നിന്നും അകന്നു പോകുന്നവർ, അൽ അഷ്ഖ അവർ ഹതഭാഗ്യവരാണ്, അവർ ഭാഗ്യം കെട്ടവരാണ്, ദൗർഭാഗ്യവാന്മാരാണ്. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, അത്തരം ആളുകൾ
വലിയ അഗ്നികുണ്ടാരത്തിൽ നരകത്തിൽ അവർ കടന്നെരിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. വീണ്ടും തൊട്ടടുത്ത അധ്യായത്തിൽ സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ എന്ന് പറഞ്ഞ ശേഷം പഠിപ്പിച്ചതും ഈ ആളുകളെ കുറിച്ചാണ്. ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുല്ലാഹുൽ അദാബൽ അക്ബർ. എന്നാൽ ചില ആളുകൾ പ്രവാചക താങ്കളുടെ ഉപദേശങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയും, അവർ തിരിഞ്ഞു കളയും, അവർ നിഷേധിച്ചു കളയും. താങ്കൾ എത്ര ഉപദേശിച്ചാലും അതൊന്നും കേൾക്കാതെ മുഖം തിരിച്ചു കളയും, എന്നിട്ട് ഉപദേശങ്ങളൊക്കെ നിഷേധിച്ചു കളയും. അവർക്കൊന്നും വലിയ കാര്യമായിരിക്കില്ല. എന്ത് പറഞ്ഞാലും ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർക്ക് ഉദ്ദേശവും ഉണ്ടാവുകയില്ല. എത്ര പറഞ്ഞാലും ആവർത്തിച്ച് പറഞ്ഞാലും ഇനി മുഖത്ത് നോക്കി പറഞ്ഞാലും അതൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഉദ്ദേശമേ അവർക്കുണ്ടാവുകയില്ല. അത്തരം ആളുകൾ അല്ലാഹു പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ വലിയ ശിക്ഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. അവർക്ക് അല്ലാഹു വലിയ ശിക്ഷ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപദേശം നൽകുന്നവരുടെ കൂട്ടത്തിലും ഒന്നാമത്തെ വ്യക്തിയാകണം. അഥവാ ആളുകൾ എന്റെ ഉപദേശം കൊണ്ട് നന്നാകണമെന്ന ഉദ്ദേശമായിരിക്കണം. ഉപദേശം സ്വീകരിക്കുന്ന വിഷയത്തിലും ഒന്നാമനാകണം. അഥവാ ഞാൻ ഈ ഉപദേശം എന്റെ ജീവിതത്തിൽ പകർത്തണം, എനിക്ക് നന്നാകണമെന്ന ചിന്തയായിരിക്കണം. ഉപദേശിക്കുന്ന വിഷയത്തിൽ നമ്മൾ രണ്ടാമനാകുവാൻ പാടില്ല. ഞാൻ വലിയ സംഭവമാണ് എന്ന് ആളുകളെ കാണിക്കുന്നവനാകാൻ പാടില്ല. ഉപദേശം സ്വീകരിക്കുന്നവൻ നമ്മൾ രണ്ടാമനാകാൻ പാടില്ല. ഒരിക്കലും നന്നാകണമെന്ന ചിന്തയില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയും ഒരിക്കലും നമുക്കുണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉപദേശങ്ങളുടെ വിഷയത്തിൽ പ്രമാണങ്ങൾ പഠിപ്പിച്ച ശരിയായ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ 4 മാസങ്ങളെ പുണ്യമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 36-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികൾ പടക്കുന്ന അന്ന് മുതൽ റബ്ബിന്റെ അടുക്കൽ മാസങ്ങൾ 12ഉം അതിൽ 4 പവിത്രവുമാണ്. ആ പവിത്രമായ മാസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സലാസുൻ മുതവാലിയാത്ത്, 3 മാസങ്ങൾ തുടരെ വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ മാസമാണ്. 4ാമത്തേത് റജബ്, മുദർ ഗോത്രം പവിത്രമായി കണ്ടിരുന്ന റജബ് മാസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരന്മാരെ, ആ റജബ് മാസത്തിലാണ്, അതിന്റെ അവസാനത്തിലാണ് നമ്മൾ ഉള്ളത്. റജബ് മാസം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഇസ്ലാമിക പ്രമാണങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോഴും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് ഇത് എന്നത് മാത്രമാണ്. അതിനപ്പുറത്ത് ആ മാസത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചിട്ടില്ല, പ്രവാചകന്റെ സഹാബികളും കൽപ്പിച്ചിട്ടില്ല, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട സലഫ് സാലിഹുകളും പഠിപ്പിച്ചിട്ടില്ല, അതിനുശേഷം ജീവിച്ച ഖലഫുകളായ ആളുകളും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പണ്ട് കാലം മുതൽ തന്നെ റജബ് മാസത്തെ ഒരു പോരിശിയായി കണ്ട് അതിന്റെ പേരിൽ ഒരുപാട് ഫضലുകൾ പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ മുൻകാലഘട്ടം മുതലേ നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പ്രചരിക്കപ്പെട്ടതിനാൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തബീനുൽ അജബ് ഫീ ഫضലി ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന വിഷയത്തിൽ അതിലെ അത്ഭുതങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന ഒരു വിഷയത്തിൽ ഒരു കിതാബ് തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹം രചിക്കുകയുണ്ടായി. എന്നിട്ട് അതിൽ റജബ് മാസവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന, അതിന്റെ ഫضല് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ദുർബലവും കെട്ടിച്ചമച്ചതുമായ ഹദീസുകളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ ദുർബലതകൾ പഠിപ്പിക്കുകയും എന്നാൽ ഉള്ള ശ്രേഷ്ഠതകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര മാത്രമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് അവിടെ ബോധിപ്പിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കുന്നവർ, ഈ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേക നോമ്പ് നിയമമാക്കുന്നവർ, ഈ മാസത്തിൽ പ്രത്യേക നമസ്കാരം ഹാസാക്കുന്ന ആളുകൾ തുടങ്ങി ഏതൊരു കാര്യത്തിനും ലാ യസ്ലുഹു ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, ആ വിഷയത്തിലൊന്നും സ്വഹീഹായ രൂപത്തിൽ സ്വീകാര്യോഗ്യമായ രൂപത്തിൽ ഒരു ഹദീസും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ റജബ് മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഓർമ്മ വരിക ഇസ്രാ മിഅ്റാജ് യാത്രയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര പോയത്, ഇസ്രാ മിഅ്റാജ് പോയത് റജബ് 27-നാണ് എന്ന ഒരു ധാരണയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് 27-ന്റെ അന്ന് ഒരു പ്രത്യേക നോമ്പ്, മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് നോക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്.
എന്നാൽ ഈ നോമ്പിനെ കുറിച്ചും ഈ ദിവസത്തെക്കുറിച്ചും ഒക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് യാത്ര 51ാമത്തെ വയസ്സിൽ പോയി എന്നൊരു സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരം കൊണ്ട് തന്നെ പോയി എന്നതും സത്യമാണ്. ചില ആളുകളൊക്കെ ജൽപ്പിക്കുന്നത് പോലെ അത് സ്വപ്നത്തിൽ പോയതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബുറാഖെന്ന വാഹനം, മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖെന്ന വാഹനത്തിലും അവിടെ നിന്ന് മുകളിലേക്ക് ജിബ്രീലിന്റെ കൂടെയും പോയെന്നത് സത്യമായ ഒരു കാര്യമാണ്. ആ യാത്രയിലാണ് 5 നേര നമസ്കാരം നമുക്ക് നിർബന്ധമായി ലഭിച്ചത്. ആ യാത്ര റജബ് 27 നടന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അന്നാണ് നടന്നത് എന്ന് പ്രവാചകൻ സഹാബികളും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ നമസ്കാരം കിട്ടിയെന്ന പ്രത്യേകതക്കപ്പുറത്ത് ആ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 51ാം വയസ്സിൽ യാത്ര പോയി 63ാം വയസ്സിൽ മരിക്കുമ്പോൾ 12 റജബുകളെങ്കിലും ചുരുങ്ങിയത് കടന്നുപോയിട്ടുണ്ട്. ആ 12 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. 12 വർഷം തുടർന്ന് പോയിട്ട് അതൊന്നും ചെയ്തത് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ പ്രവാചകൻ സഹാബികൾ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദിവസമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല ഏത് ദിവസമാണ് എന്ന് പ്രവാചകൻ സഹാബികൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ 27 അന്നാണ് അത് നടന്നത് എന്ന് ചില ഖുസ്സാസുകൾ, കഥ പറയുന്ന ആളുകൾ, അവരുടെ കഥക്ക് പൊലിവ് കൂട്ടാൻ വേണ്ടി ചില ആളുകളൊക്കെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം പ്രചരണങ്ങൾക്ക് യാതൊരുവിധ തെളിവും ഇല്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുമുണ്ട്. റജബ് മാസത്തിലാണ് ഇത് നടന്നത് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് മഹാനായ ഇബ്നു അത്താർ ശാഫിഈ റഹിമഹുല്ലാ, ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഈ ദിവസത്തിൽ നോമ്പെടുക്കാറുള്ളത്. പക്ഷേ ശാഫിഈ മദ്ഹബിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ ഇബ്നു അത്താർ പറയുന്നു, റജബുൻ ലൈസ ഫീഹി ശൈഉൻ മിൻ ദാലിക അൽ ഫളാഇൽ. റജബ് മാസത്തിന്റെ വിഷയത്തിൽ, ഫളലുകളുടെ വിഷയത്തിൽ ഒന്നും വന്നിട്ടില്ല. മറ്റു മാസങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് എന്തെങ്കിലും ഒരു വലിയ പ്രത്യേകത ആ മാസത്തിൽ ഉള്ളതായിക്കൊണ്ട് ഒന്നും വന്നിട്ടില്ല. ഹറം, ആ മാസത്തിന് പ്രത്യേകതയുണ്ട്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ഹറാമായ മാസമാണെന്ന പ്രത്യേകതയുണ്ട്. ചില ആളുകൾ ഇസ്രാ മിഅ്റാജ് യാത്ര നടന്നത് റജബ് മാസത്തിലാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും റജബ് മാസത്തിലാണ്, അതിന്റെ 27 ഇസ്രാ മിഅ്റാജ് നടന്നത് എന്ന് പറഞ്ഞാൽ അത് കളവാണ്. അത് പ്രവാചകനെ പഠിപ്പിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ നോമ്പെടുത്താൽ ആ നോമ്പ് പ്രവാചകനെ പഠിപ്പിക്കാത്ത ബിദ്അത്താണ്. മൻ ഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പ്രവാചകനെ പഠിപ്പിക്കാത്ത കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ്. ഇനിയോ വേറെ ചില ആളുകളൊക്കെ ഈ നോമ്പ് ഇല്ലാത്ത നോമ്പ് ഉണ്ടാക്കാൻ വേണ്ടി വല്ലാത്ത പോലീസുകൾ പ്രചരിപ്പിക്കാറുണ്ട്. റജബ് മാസം നോമ്പെടുത്താൽ, 27 നോമ്പെടുത്താൽ 60 മാസത്തെ കൂലി, നോമ്പിന്റെ കൂലി അവന് ലഭിക്കുമെന്നും വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുമെന്നും ഒക്കെ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമച്ചിട്ടുണ്ട്. ആ ഹദീസുകൾക്കൊക്കെ മൗദൂ ആണ്. ഒരിക്കലും അത് ഹുജ്ജത്തിന് പറ്റാത്ത, ദുർബലമാണ്, പ്രവാചകന് മേൽ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് മുഹദ്ദിസുകളെല്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വസ്തുതയെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യത്തെ കൃത്യമായി വിവരിച്ച് മനസ്സിലാക്കാൻ പ്രവാചകനെ പഠിപ്പിച്ചത് മാത്രം ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യത്തെ കൃത്യമായി കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.